ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് തുല്യതയുടെ അക്കൗണ്ടൻസിൻ്റെ ബേസിക്സ് ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു ബിസിനസ്സിന് അതിൻ്റെ ബിസിനസ്സിൻ്റേതായിട്ടുള്ള പല ഇടപാടുകളുണ്ടാവും. ഈ ഇടപാടുകളിൽ സാമ്പത്തികവും സാമ്പത്തികേതര ഇടപാടുകളും ഉണ്ടാവാം. സാമ്പത്തിക ഇടപാടുകൾക്ക് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. വിൽപ്പനയ്ക്കായി സാധനങ്ങൾ വാങ്ങിക്കുന്നു, അപ്പോൾ അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. വൈദ്യുതി, ഫോൺ, വാടക എന്നിവ ചിലവുകൾ വഹിക്കുന്നു, അവിടെ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. കെട്ടിടം, യന്ത്രസാമഗ്രികളൊക്കെ വാങ്ങുന്നു, അവിടെ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുക, അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഇടപാടുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നത്, അതേപോലെ അതിനെ വിശകലനം ചെയ്യുകയും ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി അക്കൗണ്ടിങ്ങിൻ്റെ അർത്ഥവും ബാക്കിയുള്ളതും നമുക്ക് നോക്കാം. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് നോക്കാം. സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകളെയും സംഭവങ്ങളെയും അടുക്കും ചിട്ടയുമായി രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നും വരുന്നതിനനുസരിച്ച് ഡേറ്റ് വൈസിലാണ് നമ്മൾ എല്ലാ ബിസിനസ്സിലും അതിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ അടുക്കും ചിട്ടയുമായി രേഖപ്പെടുത്തി ഉചിതമായ രീതിയിൽ വർഗീകരിച്ച്, അതായത് തരംതിരിക്കും. എക്സ്പെൻസ് ഏതൊക്കെ, അതേപോലെ ഇൻകംസ് ഏതൊക്കെ, അതുപോലെ തന്നെ ഇനി നമ്മൾക്ക് എന്തെങ്കിലും പൈസ ആരെങ്കിലും തരാനുണ്ടോ, അപ്പോൾ ആരൊക്കെ തരാനുണ്ട്, ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, അങ്ങനെ നമ്മൾ എല്ലാനും ഉചിതമായ രീതിയിൽ വർഗീകരിക്കും. എന്നിട്ട് അവയിൽ നിന്നുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുകയും അതിനെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ വരവ് ചെലവ് കണക്കുകളും വിശദമായി റെക്കോർഡ് ചെയ്ത് എഴുതി ലാഭമാണോ നഷ്ടമാണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ധർമ്മങ്ങളായിട്ട് പറയുന്നത്. സാമ്പത്തിക ഇടപാടുകൾ ക്രമമായി രേഖപ്പെടുത്തുന്നു. ദെൻ രേഖപ്പെടുത്തിയതിന് നമ്മൾ എന്ത് ചെയ്യും? വർഗീകരിക്കും, അതായത് തരംതിരിക്കുന്നു. ഇനി ഈ വർഗീകരിക്കുന്നതിനും സംഗ്രഹിച്ച് ആവശ്യമായ സമ്മറി ഉണ്ടാക്കുന്നു, അതായത് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. അതിനെയാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് അതിൻ്റെ പരിണിത ഫലങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിച്ച് അവ ആർക്ക് കൊടുക്കുന്നു? ആവശ്യക്കാർക്ക് ലഭ്യമാക്കുന്നു. ഇവിടെ ബിസിനസ്സിൻ്റെ കണക്കുകൾ ആവശ്യമായിട്ടുള്ളത് ആർക്കൊക്കെയാണ്? അവരുടെ ഓണേഴ്സിന് അതിനെക്കുറിച്ച് അറിയണം, അതുപോലെ മാനേജേഴ്സിന് അവരെക്കുറിച്ച് അറിയണം. അതുപോലെ നമ്മൾക്ക് ബാങ്കുകൾ കടം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുക്കണം, ബിസിനസ് ആവശ്യത്തിന് ലോൺ എടുക്കുകയാണെങ്കിൽ അവർ ഇത്ര വർഷത്തെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അങ്ങനെയുള്ളവർക്കും നമ്മുടെ ഡീറ്റെയിൽസ് അറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യക്കാർക്ക് അത് ലഭ്യമാക്കുന്നു. ഇത്രയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ധർമ്മങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്, അതായത് ഗുണസവിശേഷതകൾ. അതിൽ ഒന്നാമത്തെ പറയുന്നത് വിശ്വാസ്യത. കണക്കെഴുത്ത്, അതായത് കണക്കിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളും തെറ്റുകളിൽ നിന്ന് വിമുക്തമായിരിക്കണം. തെറ്റില്ലാത്ത രീതിയിൽ വിശ്വാസയോഗ്യമായിട്ട് വേണം നമ്മളെല്ലാം രേഖപ്പെടുത്താൻ. രണ്ടാമത് പ്രസക്തി, അതായത് പ്രധാനപ്പെട്ട വിവരങ്ങൾ യഥാസമയത്ത് നമ്മൾ രേഖപ്പെടുത്തി ആവശ്യക്കാർക്ക് നൽകുന്നു. അതിനെയാണ് നമ്മൾ പ്രസക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിൻ്റ് താരതമ്യം ചെയ്യൽ. ബിസിനസ്സിൻ്റെ വിവിധ കാലയളവിലുള്ള കണക്കെഴുത്തുകൾ, അതായത് കഴിഞ്ഞ വർഷത്തെ വിവരങ്ങളും ഈ വർഷത്തെ വിവരങ്ങളും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റണം. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വ്യക്തമായിട്ട് മാറ്റാനുണ്ടോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അത് താരതമ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ സമാന സ്വഭാവമുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് വിവരങ്ങളും വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിങ് വിവരങ്ങൾ താരതമ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. നെക്സ്റ്റ്, മനസ്സിലാക്കാൻ എളുപ്പമുള്ളത്. കണക്കെഴുത്ത് വിവരങ്ങൾ സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. അതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ 4 സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിശ്വാസ്യത, പ്രസക്തി, താരതമ്യം ചെയ്യൽ, മനസ്സിലാക്കാൻ എളുപ്പമുള്ളത്. ദെൻ അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ബിസിനസ് ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുക. നമ്മൾ പ്രത്യേകിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല.
ദെൻ ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങൾ കൃത്യമായി കണ്ടെത്തുക. അപ്പോൾ മറ്റേ ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ലാഭനഷ്ടങ്ങളും കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക. നമ്മൾ നഷ്ടത്തിലേക്കാണോ അല്ലെങ്കിൽ ലാഭത്തിലേക്കാണോ അല്ലെങ്കിൽ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. അതിനുശേഷം ആവശ്യക്കാർക്ക് അക്കൗണ്ടിങ്ങിൻ്റെ വിവരങ്ങൾ കൊടുക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആവശ്യക്കാരൊക്കെയാണ്: ഓണേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെൻറ്. കാരണം ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണം. അപ്പോൾ ടാക്സ് കൊടുക്കണമെങ്കിൽ നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ നമുക്ക് ഇൻകം ഉണ്ടോ എന്നൊക്കെ ഗവൺമെൻറ്റിന് അറിയേണ്ടതായിട്ടുണ്ട്. ഗവേഷകർ, നിക്ഷേപകർ, ഇവർക്കൊക്കെയാണ് വിവരങ്ങൾ കൊടുക്കേണ്ടത്.